ഹലോ, മൈസെൽഫ് അഫ്സൽ ഫ്രം ട്രിപ്പിൾ കൊമേഴ്സ് അക്കാഡമി. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് പറയുന്നത് ACCയുടെ ഗെറ്റ് റെഡി മൊഡ്യൂൾ എന്ന് പറയുന്ന ഒരു മൊഡ്യൂളിനെ പറ്റിയാണ്. ഓക്കെ, അപ്പം ഈ ഒരു മൊഡ്യൂൾ എന്താണ്, ഇതിൻ്റെ യൂസ് എന്താണ്, ഇത് എവിടെയൊക്കെയാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്, ഈ ഒരു മൊഡ്യൂൾ കൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ ഹെൽപ്പാണ് ഉണ്ടാകുന്നത്, ഈ കാര്യങ്ങളൊക്കെ, പിന്നെ ഈ മൊഡ്യൂൾ എങ്ങനെ ആക്സസ് ചെയ്യണം, ഇതുപോലെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മെയിനായിട്ടും ഈ ഒരു മൊഡ്യൂളിൽ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിൽ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നിങ്ങൾക്ക് എന്ത് തരാം, ഒരു ഇൻട്രൊഡക്ഷൻ തരാം, എന്താണ് ഈ ഒരു മൊഡ്യൂൾ. ഓക്കെ, അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറയുകയാണെങ്കിൽ ACCയുടെ ഗെറ്റ് റെഡി മൊഡ്യൂൾ എന്ന് പറയുന്ന ഒരു മൊഡ്യൂൾ ഉണ്ട് എന്ന് മെജോറിറ്റി ACC സ്റ്റുഡൻസിനും എന്ത് അറിയത്തില്ല. അതായത് ഈ ഒരു മൊഡ്യൂൾ കൊണ്ട് നമുക്ക് ബേസ് പേപ്പേഴ്സ്, അതായത് ഇപ്പം F3 ഇപ്പോൾ ഒരു FRൻ്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ FR നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മെജോറിറ്റി സ്റ്റുഡൻസും എന്ത് കഴിഞ്ഞ് വരാറുണ്ട്, ഡിഗ്രി കഴിഞ്ഞ് വരാറുണ്ട് അല്ലേ. അപ്പം അവർക്കുള്ള സഫീഷ്യൻ്റ് ആയിട്ടുള്ള നോളജ് ഇനഫ് ആണോ, അതായത് അവരുടെ അണ്ടർപിന്നിങ് നോളജസ് ഇനഫാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും നോളജ് ഗ്യാപ്പ് ഉണ്ടോ, ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ഗെറ്റ് റെഡി മൊഡ്യൂൾ എന്ത് ചെയ്യും, അവരെ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് പറയുകയാണെങ്കിൽ FRൻ്റെ കേസ് എടുക്കാം. മെജോറിറ്റി സ്റ്റുഡൻസും ഇനിഷ്യലി സ്കിൽ ലെവലിന് അപ്പീൽ ചെയ്യുന്ന ഒരു പേപ്പറാണിതെന്ന് പറയുന്നത് FR എന്ന് പറയുന്നത് അല്ലേ. അപ്പം ഈ ഒരു FR പേപ്പർ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുവരെ ആ ഒരു സ്റ്റുഡൻറ്റിനുള്ള, അല്ലെങ്കിൽ ഇതുവരെ ആ ഒരു സ്റ്റുഡൻറ്റിന് F3 ബേസ് നോളജ് ഇനഫ് ആണോ, അല്ലെങ്കിൽ സഫിഷ്യൻ്റ് ആണോ, ആ സ്റ്റുഡൻറ്റ് എന്തെങ്കിലും നോളജ് ഗ്യാപ്സ് ഉണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഗെറ്റ് റെഡി മൊഡ്യൂൾ എന്ത് ചെയ്യും, ഒരു സ്റ്റുഡൻറ്റിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് കൂടുതൽ ടൈം വേസ്റ്റ് ചെയ്യാതെ എന്ത് ചെയ്യാം, ഗെറ്റ് റെഡി മൊഡ്യൂൾ എങ്ങനെ ആക്സസ് ചെയ്യാം, ഇതിൻ്റെ അകത്തുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഇതിൻ്റെ അകത്ത് ACC നമുക്ക് എന്തൊക്കെ പ്രോഗ്രാംസ് ആണ് എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ, ഈ ഒരു ഗെറ്റ് റെഡി മൊഡ്യൂൾ നമ്മൾ ആക്സസ് ചെയ്യുന്നതെന്ന് പറയുന്നത് ACCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള ACC ഗ്ലോബൽ ത്രൂ ആണ്. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇതെങ്ങനെ ആക്സസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പം ഇപ്പം ഇവിടെ നമുക്ക് എന്ത് വിസിബിൾ ആണ്, ആക്സസ് നൗ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എന്താണ് വിസിബിൾ ആണ്. ഈ ഒരു ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം, ക്ലിക്ക് ചെയ്യാം. സോ ഇത് നിങ്ങൾ ഡയറക്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് ACCയുടെ സ്റ്റുഡൻറ്റ് വെർച്വൽ ലേണിംഗ് സെൻറ്ററിലേക്കാണ്. ഇവിടെ നിങ്ങൾക്ക് 3 ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇംഗ്ലീഷ്, മാത്സ്, ഗെറ്റ് റെഡി മൊഡ്യൂൾസ്. അപ്പോൾ ഇതിൽ ഗെറ്റ് റെഡി മൊഡ്യൂൾസ് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇവിടെ നിങ്ങൾക്ക് സ്കിൽ ആൻഡ് പ്രൊഫഷണൽ ലെവൽ പേപ്പേഴ്സിൻ്റെ കോർ നോളജസ് ടെസ്റ്റ് ചെയ്യുന്ന ക്വിസസ് എന്താണ് അവൈലബിൾ ആണ്. അപ്പം ഈ ക്വിസസ് ചെയ്യുന്നതിലൂടെ ഒരു സ്റ്റുഡൻറ്റിന് ആ ഒരു പേപ്പറിന് സഫീഷ്യൻ്റ് ആയിട്ടുള്ള നോളജ് ഉണ്ടോ, എന്തെങ്കിലും നോളജ് ഗ്യാപ്സ് ആ ഒരു സ്റ്റുഡൻറ്റിനുണ്ടോ, ഈ നോളജ് ഗ്യാപ്സ് സോൾവ് ചെയ്യാൻ വേണ്ടി ആ സ്റ്റുഡൻറ്റ് എന്തൊക്കെ അപ്രോച്ചസ് എടുക്കണം എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഇത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഒരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ഇപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്ന പേപ്പറായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വിസസ് എന്ത് ചെയ്യാം നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ വ്യൂ എന്ന് പറയുന്നത് ഞെക്കുമ്പോൾ ഇങ്ങനൊരു വിൻഡോ ആയിരിക്കും നമുക്ക് എന്ത് അവൈലബിൾ ആയിരിക്കുന്നത് പറഞ്ഞാൽ, അത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിലൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. വിച്ച് മീൻസ് ദാറ്റ് ഈ ഒരു അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ നോർമൽ ACCയുടെ അക്കൗണ്ട് അല്ല. ഇതെന്ന് പറയുന്നത് ഇതിന് വേണ്ടിയിട്ട്, അതായത് ഈ പറഞ്ഞ പോലെ ഒരു ഗെറ്റ് റെഡി മൊഡ്യൂൾ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു സെപ്പറേറ്റ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് പറഞ്ഞത്. ഈ ഒരു അക്കൗണ്ട് നമ്മുടെ ACCയുടെ അക്കൗണ്ട് തമ്മിൽ യാതൊരുവിധ റിലേഷനും ഇല്ല. ഇതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്, നമ്മളൊരു സെപ്പറേറ്റ് അക്കൗണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഓപ്പൺ ചെയ്യുന്നതെന്ന് പറയുന്നത്. ഇവിടെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ ഓൾറെഡി അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനെ വ്യൂ ഞെക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഇനിഷ്യലി ഓപ്പൺ ആകുന്നതെന്ന് പറയുന്നത് എന്തായിരിക്കും, ലോഗിൻ എന്ന് പറയുന്ന ഒരു വിൻഡോ ആയിരിക്കും നിങ്ങൾക്ക് ഓപ്പൺ ആകുന്നതെന്ന് പറയുന്നത്. അത് താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തായിരിക്കും, ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷനും അവൈലബിൾ ആയിരിക്കും. ഈ ഒരു ഓപ്ഷനിലൂടെ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആ ഒരു അക്കൗണ്ടിൻ്റെ എന്തോ എൻ്റർ ചെയ്യണം, യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്ത് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നീട് ഈ ഒരു ഗെറ്റ് റെഡി മൊഡ്യൂളിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾക്ക് എന്താ, ഈ വ്യൂ ഞെക്കുമ്പോൾ എന്ത് ചെയ്യും, ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും ഓപ്പൺ ആവുന്നതെന്ന് പറയുന്നത്. ഓക്കെ, സോ എൻറോൾ നൗ എന്ന് പറയുന്നൊരു, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ വിസിബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, എൻറോൾ മീ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആയിരിക്കും അല്ലേ. അപ്പം ഈ ഒരു എൻറോൾ മീ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പം ആ ഒരു ഓപ്ഷൻ നിങ്ങൾ റീഡയറക്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ ക്യൂസസിലോട്ടായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ കുറേ ക്യൂസസ് എന്ത് കോർ ടോപ്പിക്സ് ആയിട്ട് റിലേറ്റഡ്, അല്ലെങ്കിൽ FRുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമുക്ക് വേണ്ട കോർ നോളജസ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ക്യൂസസ് എന്താണ് അവൈലബിൾ ആണ്. അപ്പം ഈ ഓരോ ക്യൂസും അറ്റൻഡ് ചെയ്യുന്നതിലൂടെ ഈ ഒരു ടോപ്പിക്സ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്സ് ആയിട്ട് റിലേറ്റഡ് ആയിട്ട് നമുക്കുള്ള നോളജ് സഫീഷ്യൻ്റ് ആണോ അല്ലയോ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്ത് ചെയ്യും, ഒരു ക്വിസ് അറ്റംപ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ക്വിസ് എങ്ങനെയാണ് നമുക്കൊരു ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, എങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്സിൽ നമുക്ക് കോറായിട്ട് ഫോക്കസ്ഡ് ആയിട്ട് FRൽ വരുന്നതെന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ FRൻ്റെ എക്സാമ്പിൾ എടുത്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, FR വെച്ചിട്ട് പറയുന്നത് പറയുന്നത്. ഇപ്പോൾ വേറൊരു സബ്ജക്റ്റ് ആണെങ്കിൽ ആ ഒരു സബ്ജക്റ്റ് ആയിട്ട് ഏതൊക്കെ ഏരിയാസിലാണ് നമുക്ക് അണ്ടർപിൻ, അല്ലെങ്കിൽ നല്ലൊരു ഗ്രിപ്പ് വേണ്ടത് എന്നൊക്കെ ഈ ക്വിസസ് നമുക്ക് എന്ത് ചെയ്യും, മനസ്സിലാക്കി തരും അല്ലേ. അപ്പം ഇതെങ്ങനെയാണ് ഈ ഒരു ക്വിസ് നമുക്കൊരു ഫീഡ്ബാക്ക് തരുന്നത് നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ,
നമ്മളിപ്പോൾ എടുക്കുന്ന ടോപ്പിക്സ് എന്ന് പറയുന്ന പീരീഡ് ആൻഡ് അഡ്ജസ്റ്റ്മെന്റ്സ് എന്ന് പറയുന്ന ടോപ്പിക്സ് ആയിട്ട് റിലേറ്റഡുള്ള ക്യൂസസ് ആണ് ഇപ്പോൾ നമ്മൾ ചെയ്ത് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഒരു പീരീഡ് ആൻഡ് അഡ്ജസ്റ്റ്മെന്റ്സ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്സ് ആയിട്ട് റിലേറ്റഡ് നമുക്ക് എന്തുമാത്രം നോളജ് ഉണ്ട്, അല്ലെങ്കിൽ എവിടേക്കാണ് നമുക്ക് നോളജ് ഗ്യാപ്സ് ഉള്ളത്, ഈ നോളജ് ഗ്യാപ്സ് ഫില്ല് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് എന്നൊക്കെ ഈ ഒരു ക്യൂസസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടിന്യൂ യുവർ അറ്റംപ്റ്റ് എന്ന് പറയുന്നത് ഓപ്ഷനിൽ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്താണ് അവൈലബിൾ ആണ്. ഒരു മാക്സിമം 10 ക്വസ്റ്റ്യൻസ് എന്താണ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഓരോ ക്വസ്റ്റ്യൻസും നമുക്ക് ചെയ്യുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഈ ഒരു ഏരിയ ആയിട്ട് റിലേറ്റഡ് ആയിട്ട് നമുക്ക് എന്തോരം നോളജ് ഉണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ഏരിയ ആയിട്ട് റിലേറ്റഡ് നമുക്കുള്ള നോളജ് എങ്ങനെയാണ് നമ്മൾ ഈ ഒരു FR എന്ന് പറയുന്ന പേപ്പറിൽ എന്ത് ചെയ്യുന്നത്, അപ്ലൈ ചെയ്യേണ്ടത് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ക്വസ്റ്റ്യൻസ്, അതായത് റാൻഡം ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, അറ്റംപ്റ്റ് ചെയ്ത് നോക്കാം. ഈ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് എക്സാമ്പിളിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നതേ ഉള്ളൂ, അറ്റംപ്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്തിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുന്നതിലൂടെ എങ്ങനെയാണ് ഈ ഒരു ഗെറ്റ് റെഡി മൊഡ്യൂൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹെൽപ്പ് ചെയ്യുന്നത് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 1 ഞാൻ എന്ത് ചെയ്യുന്നു, അറ്റംപ്റ്റ് ചെയ്യുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 2 ഞാൻ എന്ത് ചെയ്യുന്നു, അറ്റംപ്റ്റ് ചെയ്യുന്നു. ദെൻ അതുകൂടാതെ ക്വസ്റ്റ്യൻ നമ്പർ 3 എന്ത് ചെയ്യുന്നു, അറ്റംപ്റ്റ് ചെയ്യുന്നു. അപ്പം ഈ ഒരു 3 ക്വസ്റ്റ്യൻസ് റാൻഡം ആയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, കുറച്ച് ഓപ്ഷൻസ് സെലക്ട് ചെയ്തിട്ട് ഞാൻ ഈ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നു, അറ്റംപ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഫുൾ അറ്റംപ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഫിനിഷ് അറ്റംപ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പം ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ അത് എന്ത് ചെയ്യും, ഇങ്ങനെ ഒരു പേജിലോട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, റീഡയറക്റ്റ് ചെയ്തതെന്ന് പറയുന്നത്. അപ്പം ഈ ഒരു പേജ് നമുക്ക് നോക്കുമ്പോൾ നമ്മൾ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ളത്, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇനി അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സബ്മിറ്റ് ആൻഡ് ഫിനിഷ് എന്ന് പറയുന്ന ഓപ്ഷനിൽ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ എന്ത് വന്നു, ഒരു വാർണിംഗ് വന്നു. കാരണം നമ്മളിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, റിമൈനിങ് 7 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, അറ്റംപ്റ്റ് ചെയ്യാതെ വിട്ടിട്ടുണ്ട്. അപ്പം ഈ ക്വസ്റ്റ്യൻസ് ലീവ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും, നമ്മൾ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നുണ്ടോ എന്നുള്ള എന്ത് വന്നു, ഒരു വാർണിംഗ് വന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഫിനിഷ് ചെയ്യാൻ വേണ്ടി തന്നെ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പം സോ അലോങ് വിത്ത് ദ സ്കോർ ഇവിടെ അവർ നമുക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഒരു ഫീഡ്ബാക്ക് കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫീഡ്ബാക്കിലാണ് അവർ നമ്മളോട് എന്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ഈ ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു പേപ്പർ ആയിട്ട് റിലേറ്റഡ് നമുക്ക് അണ്ടർപിന്നിങ് നോളജസ് ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും നോളജ് ഗ്യാപ്സ് അവിടെ ഇവോൾവ് ആയിട്ടുണ്ടോ. അതായത് ഇവിടെ ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഇവിടെ നമ്മൾ 3 ക്വസ്റ്റ്യൻസ്, അതും നമ്മൾ റാൻഡം ആയിട്ട് ആൻസർ പിക്ക് ചെയ്തത് കൊണ്ട് തന്നെ ഈ ആൻസേഴ്സ് എല്ലാം എന്തായിരുന്നു, എൻ്റയർലി റോങ് ആയിരുന്നു. അപ്പോൾ ഇവിടെ ഇവർ നമ്മുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്, അതായത് നമുക്ക് ഈ ഒരു സെക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സഫീഷ്യൻ്റ് ആയിട്ടുള്ള നോളജസ് ഇല്ല. അപ്പം ഈ ഒരു നോളജ് അല്ലെങ്കിൽ ഈ ഒരു നോളജ് ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അപ്രോച്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്ന റിസോഴ്സസിൻ്റെ ലിങ്ക്സ് ആണ് ഇവർ എന്ത് ചെയ്തിട്ടുണ്ടാകുന്നത്, താഴെ തന്നിട്ടുണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു ലിങ്ക്സിലൂടെ അല്ലെങ്കിൽ ഈ ഒരു ലിങ്ക് അപ്രോച്ച് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇപ്പോൾ ഉള്ള നോളജിന് ഒന്നും കൂടി ഒരു ഗ്രിപ്പ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി അറ്റംപ്റ്റ് ചെയ്തിട്ട് ആ ഒരു ഗ്രിപ്പ് അവിടെ ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, സെൽഫ് ഇവാലുവേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഇത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് ഈ ഒരു പേപ്പർ അപ്രോച്ച് ചെയ്യുമ്പോൾ ഈ ഒരു പേപ്പർ ഫെയിൽ ആകുമോ, അല്ലെങ്കിൽ ഈ ഒരു പേപ്പറിന് പാസ് ആവാനുള്ള ചാൻസസ് കുറവാണോ, അല്ലെങ്കിൽ ഈ ഒരു പേപ്പറിനെ അപ്രോച്ച് ചെയ്യുമ്പോഴുണ്ടാകുന്ന ആ ഒരു ഫിയറിനെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ ഇവിടെ ഫീഡ്ബാക്ക് കൂടാതെ ഓരോ ഇൻഡിവിജ്വൽ ക്വസ്റ്റ്യൻസിനും നമ്മൾ എവിടേക്കാണ് എറേഴ്സ് വരുത്തിയത്, അല്ലെങ്കിൽ ഈ ഒരു എറേഴ്സ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഇതിൻ്റെ പ്രോംപ്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് അവർ എങ്ങനെയാണ് ഡിറൈവ് ചെയ്തത്, ഏത് പാത്തിലൂടെയാണ് അവർ ആ ഒരു ആൻസേഴ്സിലോട്ട് എത്തിയത് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഓരോ ഇൻഡിവിജ്വൽ ക്വസ്റ്റ്യൻസിനും ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ആൻസർ കീ അവർ നമുക്ക് എന്താണ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ആൻസർ കീ നോക്കുമ്പോൾ അവർ ഏത് മെത്തേഡിലൂടെയാണ് ഈ ഒരു ആൻസറിലോട്ട് എത്തിയെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും. പിന്നെ അത് കൂടാതെ ഈ ഓരോ അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്കായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഈ ഓരോ ക്വസ്റ്റ്യൻസും അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊക്കെ റിസോഴ്സസ് അല്ലെങ്കിൽ ഏതൊക്കെ ടെക്നിക്കൽ ആർട്ടിക്കിൾസ് നമ്മൾ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ലിങ്കും ഇവരിവിടെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു ടെക്നിക്കൽ ആർട്ടിക്കിൾസിലൂടെ ഗോ ത്രൂ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്സ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡീപ്പ് നോളജ് ആണ് നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്, ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നതെന്ന് പറയുന്നത്. സോ ഇത് കൂടാതെ നമ്മുടെ ഓപ്ഷണൽ പി ലെവൽ പേപ്പേഴ്സിൽ നമ്മൾ ഓൾറെഡി സ്കിൽ ലെവലിൽ ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ള നോളജിന് റീക്യാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അഡീഷണൽ റിസോഴ്സസ് നമ്മൾ നേരത്തെ എന്താണ് സ്കിൽ ലെവൽ പേപ്പേഴ്സിൽ നമുക്ക് എന്തൊക്കെ അവൈലബിൾ ആയിരുന്നു, ക്വിസസ് മാത്രമായിരുന്നു അവൈലബിൾ എന്ന് പറയുന്നത്. പക്ഷേ ഓപ്ഷണൽ പി ലെവൽ പേപ്പേഴ്സിൽ ഈ ക്വിസസ് കൂടാതെ നമുക്ക് എന്തും അവൈലബിൾ ആണ്, അഡീഷണൽ റിസോഴ്സസും അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് അത് എന്തൊക്കെയാണെന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് എക്സാമിൻ ചെയ്ത് നോക്കാം. ഓക്കെ, സോ നമുക്ക് 8x ഒരു എക്സാമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം, ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, വ്യൂവിൽ ഞെക്കുക, ദെൻ എൻറോൾ മീ. അപ്പോൾ നമുക്ക് എന്താകും, ഒരു ഇന്റർഫേസ് ഓപ്പൺ ആവും. ഓക്കെ,
അപ്പം ഈ ഒരു ഇന്റർഫേസിൽ നമ്മൾ ഈ ATX ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കോർ ടോപ്പിക്സ് എന്താണ് വിസിബിൾ ആണ് അല്ലെ. നേരത്തെ നമുക്ക് വിസിബിൾ ആയതുപോലെ തന്നെ ഈ ഓരോ കോർ ടോപ്പിക്സും നമുക്ക് എന്താണ് ഇവിടെ വിസിബിൾ ആണ്. അപ്പൊ ദെൻ അത് കൂടാതെ ഈ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, അതായത് ക്വിസസും ദെൻ അത് കൂടാതെ അഡീഷണൽ റിസോഴ്സസും ഒക്കെ വിസിബിൾ ആണെന്ന്. ഈ ഓരോ റിസോഴ്സസും നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഈ ഓരോ ടോപ്പിക്സിലും എന്ത് ചെയ്യണം, ക്ലിക്ക് ചെയ്യണം. സോ ഇവിടെ നമുക്ക് ക്വിസസും ദെൻ അത് കൂടാതെ നോളജ് റീക്യാപ്പ് പാക്കേജസ് എന്ന് പറഞ്ഞ് 2 ഓപ്ഷൻസ് ഇവിടെ നമുക്ക് എന്താണ് വിസിബിൾ ആണ്. അപ്പം ഇതിൽ ക്വിസസ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയുള്ള കാര്യങ്ങളാണ് എന്തെന്ന് പറയുന്നത് ക്വിസസിലും വിസിബിൾ ആയിട്ടുള്ളത് എന്ന് പറയുന്നത്. ബട്ട് ഇവിടെ നമുക്ക് നോളജ് റീക്യാപ്പ് പാക്കേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എന്താണ് എൻറ്റയർലി ന്യൂ ആണ്. ഈ നോളജ് റീക്യാപ്പ് പാക്കേജസിലാണ് നമുക്ക് അഡീഷണൽ റിസോഴ്സസ് അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് പറയുന്നത്. സോ അതെന്തൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ഓക്കെ, ദെൻ അത് കഴിഞ്ഞ് എന്ത് ക്ലിക്ക് ചെയ്യാം, എൻ്റർ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു പോപ്പപ്പ് വിൻഡോ നമുക്ക് എന്തായിരിക്കും വിസിബിൾ ആയിരിക്കും. അപ്പം ഇതിൽ എവിടെയെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. അപ്പം ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും നമുക്ക് എന്താകുന്നത് അറൈവ് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഏതൊരു ടോപ്പിക്കാണോ പഠിക്കുന്നത് ആ ഒരു ടോപ്പിക്കായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്സ് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പം ഈ ഒരു ടോപ്പിക്സ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഷോർട്ട് ലെക്ചേഴ്സും നിങ്ങൾക്ക് ഇവിടെ എന്താണ് വിസിബിൾ ആയിരിക്കും. സോ ഈ ഒരു ലെക്ചേഴ്സിൽ ഈ ഒരു മൊഡ്യൂളിലെ കീ കോൺസെപ്റ്റ്സ്, എക്സാം ടെക്നിക്സ്, അതുപോലെ ക്വസ്റ്റ്യൻസ് എങ്ങനെ നമ്മൾ അപ്രോച്ച് ചെയ്യണം എന്നുള്ള ഷോർട്ട് വീഡിയോസ് നിങ്ങൾക്ക് കാണാം. And most importantly, these lectures are delivered by this ACCA experts and tutors. Okay, then അത് കൂടാതെ അതായത് ഇവിടെ ഓരോ നോട്ട്സിന് അല്ലെങ്കിൽ ഓരോ ടോപ്പിക്സിന് നമുക്ക് ഇവിടെ എന്താണ് ഇന്ററാക്റ്റീവ് നോട്ട്സ് അവൈലബിൾ ആണ്. അപ്പം ഈ ഇന്ററാക്റ്റീവ് നോട്ട്സ് കൂടാതെ ഇവരിവിടെ എന്ത് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, സാമ്പിൾ എക്സാംസ്. അതായത് ഈ ഓരോ ടോപ്പിക്സിനെയും അവർ എന്തായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്, പെർട്ടിക്കുലർ സബ് ടോപ്പിക്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഓരോ സബ് ടോപ്പിക്സ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സാമ്പിൾ എക്സാംസും ഇവരിവിടെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഓരോ എക്സാംസും നമ്മൾ എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. ദെൻ അത് കൂടാതെ നിങ്ങൾക്ക് ഇവിടെ സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സും എന്താണ് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത് അല്ലെങ്കിൽ നേരത്തെ ഇനിഷ്യലി നമ്മൾ കണ്ട ആ ഒരു ടോപ്പിക്സ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ അവർ നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നത്, പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമുക്ക് കുറച്ച് റാൻഡം ആൻസേഴ്സ് എന്ത് ചെയ്യാം, ഇൻപുട്ട് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് ഈ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ഓക്കെ, ദെൻ അതിന് നമ്മൾ എന്ത് ചെയ്യുക, ഈ ആൻസേഴ്സ് എല്ലാം ഇൻപുട്ട് ചെയ്തതിന് ശേഷം എന്ത് എൻ്റർ ചെയ്യുക, കൺഫേം ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇവിടെ ഈ റെഡ് വെച്ചിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെല്ലാം എന്താണ്, റോങ് ആൻസേഴ്സ് ആണ്. ദെൻ അതുകൂടാതെ ഇപ്പം നമ്മൾ എൻ്റർ ചെയ്തതിൽ ഏതെങ്കിലും ഒരു റൈറ്റ് ആൻസർ ഉണ്ടെങ്കിൽ അവരിവിടെ എന്ത് വെച്ചിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യും, ഗ്രീൻ വെച്ചിട്ടായിരിക്കും ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പം ഇവർ ഈ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് ആ ആൻസർ റൈറ്റ് ആണോ റോങ് ആണോ എന്ന് മാത്രമേ ഇപ്പം നമുക്ക് എന്തായിട്ടുള്ളൂ, കറന്റ് വിസിബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യുക, ഷോ ദി കറക്റ്റ് ആൻസേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ്, ഈ ഓരോ ക്വസ്റ്റ്യൻസിൻ്റെയും ഡീറ്റെയിൽഡ് ആൻസേഴ്സ് എന്താണ് വിസിബിൾ ആണ്. ദിസ് ക്യാൻ ഹെൽപ്പ് യു ഇൻ ദി ആൻസർ പ്രസന്റേഷൻ അല്ലേ. അതായത് ഈ ഓരോ ആൻസേഴ്സ് നമുക്ക് ഇവിടെ വിസിബിൾ ആകുന്നതിലൂടെ ഈ ഒരു ആൻസറിനെ എങ്ങനെയാണ് പ്രസന്റ് ചെയ്യുന്നത് നമുക്ക് എന്താകും, കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ അഡീഷണലി നിങ്ങൾക്ക് ഡൗൺലോഡബിൾ ആയിട്ടുള്ള PDF നോട്ട്സ് കൂടെ എന്താണ് അവൈലബിൾ ആണ്. അതിന് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഒരു പോപ്പപ്പ് വിൻഡോയിൽ സൈഡിൽ I എന്ന് പറയുന്ന ഇൻഫർമേഷൻ എന്ന് പറഞ്ഞ ഒരു ബട്ടൺ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു വിൻഡോ കൂടെ നിങ്ങൾക്ക് എന്താകും, ഓപ്പൺ ആകും. അപ്പം ഈ ഒരു വിൻഡോയിൽ നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു PDF നോട്ട്സ് എന്താണ് അവൈലബിൾ ആയിട്ടുണ്ടാവും. ഈ ഒരു PDF നോട്ട്സ് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ ഏത് ടോപ്പിക്സ് ആണോ എടുത്തത് ആ ഒരു ടോപ്പിക്കായിട്ട് സ്പെസിഫിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള PDF നോട്ട്സ് ആയിരിക്കും നമുക്ക് ഇവിടെ എന്താകുന്നത്, അവൈലബിൾ ആവുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു PDF നോട്ട്സ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ സൈഡിൽ ഡൗൺലോഡ് ബട്ടണിൽ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പം ഈ ഒരു ഡൗൺലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിത് എവിടെയാണ് സേവ് ചെയ്യേണ്ടത് എന്നുള്ളൊരു പോപ്പപ്പ് വിൻഡോ എന്ത് ചെയ്യും, അപ്പിയർ ആകും. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, സേവ് ചെയ്യുക. ഓക്കെ, ഗെറ്റ് റെഡി മൊഡ്യൂൾസ് യൂസ് ചെയ്യുന്നതിലൂടെ എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് എക്സാമിന് ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എക്സാം പ്രിപ്പറേഷന് ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ അത് എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും. ദെൻ അത് കൂടാതെ നമ്മൾ എക്സാമിന് വേണ്ടിയിട്ട് റെഡി ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും ദെൻ അത് കൂടാതെ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ റെഡിയാക്കാനായിട്ട് എന്തൊക്കെ നോളജ് ഗ്യാപ്സ് ആണ് നമുക്ക് അവിടെ ഉള്ളത്, അതിന് എങ്ങനെയൊക്കെ കറക്റ്റ് ചെയ്യാം എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഗെറ്റ് റെഡി മൊഡ്യൂൾ നമ്മൾ എന്ത് ചെയ്യും, ഒരുപാട് ഹെൽപ്പ് ചെയ്യും. സോ എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഒരു ഗെറ്റ് റെഡി മൊഡ്യൂൾസിന് എന്ത് ചെയ്യുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക and attain your best and have a great wonderful day. Thank you.